വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗമാവും കുഞ്ഞുങ്ങളെ. ഇത് ഞാൻ നിങ്ങളുടെ ഓണപരീക്ഷയുടെ റിവിഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കമൻറ്റ്. ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ ഞാൻ ഓരോ ദിവസവും ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്സിൻ്റെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാത്സ് എല്ലാം തീർന്നെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നത്. അപ്പോൾ ഇന്ന് കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോഴാണ് മാത്സ് അരിത്മെറ്റിക്കിൻ്റെ അല്ലേ, അതായത് 4ാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് പാഠം കുറച്ചുകൂടെ തീരാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതും കൂടെ ഞാനിപ്പോൾ അങ്ങ് എടുത്തേക്കാം. നോക്കിക്കേ, പേജ് നമ്പർ 64 ആവും ഞങ്ങളെ. നോക്കണേ, ഒന്നാമത്തത് നതാഷ എന്നുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നതാഷ ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേഡ് 5/3 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ റിമൈൻസ് ടു ബി കളേഡ്? നതാഷ ഒരു വട്ടം വരച്ചു അല്ലേ. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു വട്ടം വരച്ച് അതിൽ 12ൽ 5 ഭാഗത്തിന് 12 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വരയ്ക്ക് താഴെ എത്രയാണോ കിടക്കുന്നത് നോക്കുക. അപ്പോൾ അത്രയും ഭാഗങ്ങളുണ്ടെന്നാ. വരയ്ക്ക് താഴെ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം കേട്ടോ. വരയ്ക്ക് താഴെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അതായത് 12 എണ്ണമാണ്. അതിൽ 5 എണ്ണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. 5 എണ്ണം നമുക്കൊരു 1 2 3 4 5 എണ്ണത്തിന് കളർ കൊടുക്കും. ഇതൊന്നും വരച്ചൊന്നും കാണിക്കണ്ട, നിങ്ങൾ പേപ്പറിനകത്ത് വരച്ചൊന്നും വെക്കണ്ട. അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. 12ൽ 5 ഭാഗത്തിന് നിറം കൊടുത്തു. നടാശയാണ്. 12ൽ 5 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട് നോക്കൂ നിങ്ങൾ. ഒരു സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അല്ലേ, ഒന്നുകിൽ 12ൽ 12 എന്ന് വെച്ചാൽ ഫുള്ളല്ലേ, 11ൽ 11 അല്ലെങ്കിൽ 10ൽ 10 അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ വരുന്നു. ഒരു സർക്കിൾ 360 ആണ് കേട്ടോ, 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ഉള്ളതിൽ 12 അങ്ങ് എന്ത് ചെയ്തു, അതായത് താഴെ 12 ആയതുകൊണ്ട് ഇത് 12 നമ്മൾ അങ്ങ് മുറിച്ചു. അതിൽ 5 എണ്ണത്തിന് എന്ത് ചെയ്തു, കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന്, മൊത്തം 12 അല്ലായിരുന്നു കുഞ്ഞുങ്ങളെ, മൊത്തം 12 ആണ്. അതിൽ എത്ര എണ്ണത്തിനാണ് ഷെയ്ഡ് കൊടുത്തേക്കുന്നത്, 5 എണ്ണത്തിനേ ഉള്ളൂ. അപ്പോൾ 12ൽ നിന്ന് 5 പോലെ എത്ര, 7, അത്രയേ ഉള്ളൂ. അപ്പോൾ 7/12. 12ൽ 7 എണ്ണത്തിന് ഇനി എന്ത് കൊടുക്കാനുണ്ട്, കളർ കൊടുക്കാനുണ്ട്. ഇതൊക്കെ നോർമലി ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. എന്നാലും ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണേ. എന്താണ്, നതാഷ ഒരു വട്ടം വരച്ച് അതിൽ 12ൽ 5 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്, ചോദ്യം മനസ്സിലാക്കണം കേട്ടോ. നതാഷ ഡ്രൂ എ സർക്കിള്, കളേഡ് 5/12 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ റിമൈൻസ് കേട്ടോ, റിമൈൻസ് ടു ബി കളേഡ്. ഓക്കെ ആണോ നിങ്ങളെ? ഒന്നാമത്തെ. രണ്ടാമത്തെ നോക്കിക്കേ, എ ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 ലിറ്റർ ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3/4 ലിറ്റർ. ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്? ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടി, എന്താ നിങ്ങളെ, 10 ലിറ്റർ. നമുക്കൊരു തൊട്ടി വരയ്ക്കാം. നമ്മളൊന്നിന് അല്ലേ പിടിയും കൂടിയിരിക്കട്ടെ. 10 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്ന. ഫുൾ എത്ര, മൊത്തം കൂടെ 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ്. 10 ലിറ്റർ ആണേ. ഇനി അതിൽ 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടിയിൽ 3.25 ലിറ്റർ വെള്ളമുണ്ട്. 3.25 എന്ന് വെച്ചാൽ ഞാനൊരു ഏകദേശം പറയുന്നുണ്ട്, ഇവിടം വരെയെങ്കാണ്ടേ ഉള്ളൂ അല്ലേ. ഇത്രയേ ഉള്ളൂ വെള്ളം കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ വെള്ളം. 3.25 ലിറ്റർ മാത്രമേ ഉള്ളൂ വെള്ളം. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി ഇത്രയും നിറയ്ക്കാൻ കിടക്കില്ലയോ? 10 ലിറ്ററിൻ്റെ വലിയ തൊട്ടിയാണ്, അതിനകത്തിൽ 3.25 ലിറ്ററമേ വെള്ളമുള്ളൂ. ഇനി ഇത്രയും നിറയ്ക്കാൻ ഇനി ഇത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുക അല്ലേ. അതിനി എത്ര വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തിൽ ഒഴിക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം നമ്മൾ എ ബക്കറ്റ് ക്യാൻ ഹോൾഡ്, ഒരു തൊട്ടിയിൽ കൊള്ളാവുന്നത് 10 ലിറ്റർ ആയിരുന്നു അല്ലേ. അത് നമ്മുടെ ഇത് ഇത്രയും ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ നിങ്ങളെ? ഒരു തൊട്ടിയിൽ കൊള്ളാവുന്ന വെള്ളം എത്രത്തോളം കൊള്ളാവുന്ന പറഞ്ഞത്, 10 ലിറ്റർ. ഇംഗ്ലീഷും മലയാളത്തിലും എഴുതിയെടുക്കണേ. 10 ലിറ്റർ. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് എത്ര അതിനകത്തുണ്ട്, വെള്ളം ഉള്ളത് എത്രയാണ്, 3/4 അല്ലേ. 3.25 ഒക്കെ അറിയാവേ. 1/4 നമ്മൾ കാലെന്ന് പറയും, അതൊക്കെ അറിയാമല്ലോ. 1/4 നമ്മൾ കാല് അല്ലേ ക്വാർട്ടർ, 2/4 അല്ലെങ്കിൽ 1/2. ഇതിനെയൊക്കെ നമ്മൾ കാല് അല്ലെങ്കിൽ ഹാഫ് അല്ലേ, അര എന്ന് പറയുന്നു, ഹാഫ് അല്ലേ. 3/4 നമ്മൾ മുക്കാല് അല്ലേ, 3/4 എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓർക്കാൻ വേണ്ടി. 3/4. ഇനി എത്ര കൂടി വേണം, മോർ വാട്ടർ നീഡഡ്, ഇനി എത്ര വെള്ളം കൂടി വേണമെന്നാവും നിങ്ങളെ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണേ കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. നോക്കിയാൽ ഞങ്ങൾ ബക്കറ്റിൽ മൊത്തം 10 ലിറ്റർ ആയിരുന്നു വെള്ളം. അതിനകത്തിൽ 3.25 ലിറ്റർ വെള്ളം ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വേണമെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. നോക്കിയേ, 10 ലിറ്ററിൽ നിന്നും
എന്താണ് 3/4 ലിറ്റർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. വല്ല വഴിയുണ്ടോ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ മിക്സർ ഫ്രാക്ഷനിൽ തരുന്നതിനെ കേട്ടോ, ഇങ്ങനെ മിശ്ര ഭിന്നം അല്ലേ, മിക്സർ ഫ്രാക്ഷൻ നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. ഞാൻ റിവിഷനകത്തിൽ അത് ഒന്നും കൂടി പറയുന്നുണ്ട്, അറിയാൻ വയ്യാത്തവരൊന്ന് നോക്കണേ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിന് ഒത്തിരി എളുപ്പ വഴിയുണ്ട്. ഞാനങ്ങ് പറയാം. ഇപ്പോൾ 10 ലിറ്ററിനെ നമ്മൾ 10 എന്ന് തന്നെ അങ്ങ് എഴുതാം. ഇതിനെ മിശ്ര ഭിന്നത്തിനെ നമുക്ക് എങ്ങനെ എഴുതുമെന്ന് അറിയാം? 3 താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ അങ്ങ് കൂട്ടിയാൽ മതി. തിരിഞ്ഞു പോകല്ലേ. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം ബൈ താഴെ ഏതാണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതണം കേട്ടോ. ഇത് തിരിഞ്ഞു പോകല്ലേ. 3 × 4 12 അല്ലേ. 4 മുതൽ 12, 12 3 15/4 എന്നാണ് നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 15/4. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? 10 ലിറ്ററിന് ഒരു മാറ്റമില്ല, അത് അതുപോലെ എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന നോക്കിക്കേ, മിക്സർ ഫ്രാക്ഷനാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി അല്ലേ. 3 എണ്ണമായിട്ടുള്ളത് നമ്മൾ 2 എണ്ണം. ഇനി നോക്കിയേ, ഈ 10ൻ്റെ അർത്ഥം നിങ്ങളൊന്ന് വെച്ചോണേ. നമ്മളിപ്പോൾ നമ്പർ പഠിക്കത്തില്ലേ നിങ്ങൾ? 1 2 3 എന്ന് നമ്പർ പഠിച്ചിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം താഴെ ആരുണ്ടെന്ന് 1 ഉണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഞാൻ വേണേൽ അതൊന്നും കൂടി എടുത്ത് കാണിക്കാം. 10/1 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ അങ്ങ് പഠിച്ച് വെച്ചേക്കണേ. 15/4. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിനകത്ത് 10 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റ്, മനസ്സിലായോ? അതിനകത്തിൽ 3.25 ലിറ്റർ വെള്ളം ഉണ്ട്. ഇനി എത്രയും കൂടി വേണമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ചോദ്യം മനസ്സിലാക്കണേ. അപ്പോൾ 10 ലിറ്റർ വെള്ളമാണ്, 3.25 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 10നെ, ഈ 3.25 എന്നുള്ളതിനെ മിക്സർ ഫ്രാക്ഷന് അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇംപ്രോപ്പറിലോട്ട് മാറ്റി. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അത് എങ്ങനെയാണെന്ന് അറിയണേ. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടുകയാണ്. അപ്പോൾ നമുക്കിത് കിട്ടും. ഇനി നോക്കി, 10 എന്നുള്ളത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. 10 എന്നുള്ളതിനെ നമ്മൾ 10/1 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടിടത്തും ഡിനോമിനേറ്ററായി. ഇനി നോക്കിക്കേ, 1ഉം 4ഉമാണ് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഛേദം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയതിനെ ഈ വലുതാക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ LCM കണ്ട് ഒത്തിരി മെത്തേഡുണ്ട്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്നറിയോ? ഈ ചെറിയതിനെ ഏതെങ്കിലും സംഖ്യ വെച്ച് ഇൻറ്റു ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്രയാണെന്നറിയോ? 1 × 4 4 ആണ്. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ മേളിൽ. നോക്കിയേ, 10 × 4 40/4 മൈനസ് 15/4. ഡിനോമിനേറ്റർ ഒരുപോലെ വന്നില്ലേ? ഇനി ചെയ്യാൻ എളുപ്പമല്ലേ? എത്ര? 40 ൽ നിന്ന് 15 വരെ എത്ര കുഞ്ഞുങ്ങളെ? 25 അല്ലേ. 25ഉം 5ഉം 30ഉം 40. ഓക്കെ, 25/4 ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊന്ന് ചിന്തിച്ചോണം. നമുക്ക് ഒരാൻസറും ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല കേട്ടോ. അംശം വലുതും ഛേദം ചെറുതും വരത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ മാറ്റിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തോണം. 25/4 എത്ര? 6 4 24 ശിഷ്ടം 1. ഇത്രയേ ഉള്ളൂ. ഇനി ഈ താഴെ തരുന്ന 4നെ അതുപോലെ തന്നെ അങ്ങ് എഴുതിക്കോണം. അയാൾക്ക് ഒരു മാറ്റവും വരത്തില്ല കേട്ടോ. അത് അതുപോലെ എഴുതുക. ഇവിടെ തരുന്ന കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലത്തിനെ ലെഫ്റ്റിൽ കൊടുക്കുക, റിമൈൻഡറിനെ താഴെ കൊടുക്കുക. അപ്പം 6.25 ലിറ്റർ കേട്ടോ. ഇനി വെള്ളം എത്ര വേണം? 6.25 ലിറ്റർ. ഇത് നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്തൊന്ന് കാണണം. ഇതേലെ കണക്കായിരിക്കും തോനെയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഫ്രം എ സ്ട്രിങ് 1 3/4 ഓഫ് എ മീറ്റർ ലോങ്. കാണാൻ പറ്റുന്നുണ്ടോ? a piece half a meter long is cut off. What is the length of the remaining piece? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 1.25 നീളമുള്ള ഒരു ചരട്. 1.25 കേട്ടോ. ഇങ്ങനെ 1.25 ഇത്രയുണ്ടെന്ന് വെച്ചാൽ നീളമുള്ള ഒരു ചരട്. അതിൽ നിന്നും 1/2 മീറ്റർ, 1.25 നിന്നും മീൻസ് ഇത്രയും ഞാൻ 1/2 മീറ്ററാണ് ഞാൻ എന്ത് ചെയ്തു? അങ്ങ് മുറിച്ചു മാറ്റി അല്ലേ. 1/2 മീറ്റർ മുറിച്ചു മാറ്റി. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതെത്ര കുഞ്ഞുങ്ങളെ? ചോദ്യം നല്ലപോലെ പഠിക്കണേ. 1.25 ആണ്. 1.25 മീറ്ററാണ് ഒരു സ്ട്രിങ് അല്ലേ, ചരടിൻ്റെ നീളം. അതിനകത്തിൽ 1/2 മീറ്റർ ഞാൻ എന്ത് ചെയ്തു? അങ്ങ് കട്ട് ഓഫ് മുറിച്ചു മാറ്റി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കിയേ. ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ചരടിൻ്റെ നീളം 1.25 എന്ന് എഴുതാനൊക്കെ അറിയാം. ഏതാണ്ട് ഇതാന്നേ 1.25. ഇനി കട്ട് ഓഫ് ചെയ്തത് ഞാൻ 1/2 അല്ലേ, ഹാഫാണ് കട്ട് ഓഫ് ചെയ്തത്. നോക്കിയേ, ലെങ്ത് ഓഫ് ദ റിമെയിൻ ബാക്കി എത്ര ഉണ്ടെന്ന് നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യാം? ഒന്ന് ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ?
മുമ്പ് ചെയ്ത രീതി ചെയ്തുകൂടായോ? ഇങ്ങനെ എന്താ 1.25 എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ചെയ്യാം, താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടാം അല്ലേ. 1 4 4 4 3 7 7/4 1 4 4 4 3 7 മൈനസ് 1/2. എന്തെങ്കിലും സംശയമുണ്ടോ? എപ്പോൾ ഈ 3 എണ്ണം തന്നാലും കാണാതെ അങ്ങ് പഠിച്ചോണേ. 3 സംഖ്യ തരുന്നതിനെയാണ് മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ എപ്പോൾ തരുന്നോ നിങ്ങൾ ഈ ടിക്ക് അങ്ങ് ഓർത്തോണം. ഈ ടിക്ക് കേട്ടോ, താഴെ തരുന്ന സംഖ്യ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടണം. താഴെ കിടന്ന ഏതാ 4 ആണ്. 1 × 4 4 4 + 3 7 ആണ്. 7/4. ഇതിനെ അതുപോലെ ഇവിടെ നോക്കിക്കേ, ചെറിയ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയാൽ ഒന്നുകിൽ ചെറുതിനെ നമുക്ക് വലുതാക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ എങ്ങനെ വെള്ളം ചെയ്യാം. നമുക്ക് ചെറുതിനെ വലുതാക്കാം കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, 7/4 മൈനസ് 1/2 അല്ലേ. ഈ 2വിനെ നമുക്ക് എന്താക്കാം, 4 ആക്കിക്കൂടായോ? എന്താ 2 × 2 4 ആണ്. അപ്പോൾ ആ 2 തന്നെ മേളിൽ കൊടുക്കുക അല്ലേ. അപ്പോൾ എത്ര വരും? നമുക്ക് എങ്ങനെ എഴുതാം? 7/4നെ നമ്മൾ അതുപോലെ എഴുതണം കേട്ടോ. ഈ 7/4 മൈനസ് 1 × 2 2 2 × 2 4. അപ്പോൾ എത്ര വന്നു? 5/4 അല്ലേ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഒന്നുകൂടെ പറയണോ? നമ്മുടെ ചോദ്യമേ, എനിക്കതൊരു ഡൗട്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിശ്വസിച്ചിരിക്കുകയല്ലേ. നോക്കിയേ, 3/4 1.25 മീറ്റർ ആയിരുന്നു ചരടിൻ്റെ നീളം. അതിൽ നിന്നും ഹാഫ് അരയങ്ങ് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ എപ്പം 3 എണ്ണം തരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എന്താ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇംപ്രോപ്പറിലോട്ട് മാറ്റുക. അതായത് താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ 1 × 4 4 4 + 3 7 7/4 മൈനസ് 1/2 ആണ്. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ ഒന്നുകിൽ നമ്മൾ ചെറുതിനെ വലുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും കുഞ്ഞുങ്ങളെ, കാരണം 2ൻ്റെ കൂടെ 2 കൂടെ ചെയ്താൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ ആ 2 തന്നെ മേളിലും കൊടുക്കുക. അപ്പോൾ നോക്കിയേ, 7/4 മൈനസ് 1 2 2/4 ഡിനോമിനേറ്റർ ഒരുപോലെ വന്നില്ലേ. അപ്പോൾ എത്ര കിട്ടി? 7 ന്ന് 2 പോയ 5/4. നമ്മൾ പറഞ്ഞു നമുക്കൊരിക്കലും ആൻസർ മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യണം 5നെ 4 കൊണ്ട്. 1 4 4 ശിഷ്ടം 1 കണ്ടോ? മനസ്സിലായോ? 1 4 4 ശിഷ്ടം 1. അപ്പോൾ നമുക്ക് എത്ര വരും നോക്കാം. എത്ര നോക്കി നിങ്ങളെ? 4 അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും? കോഷ്യൻ്റ് ആണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. ഫസ്റ്റ് കോഷ്യൻ്റ് ഈ താഴെ ഏതാണോ വരുന്നത് അത് തന്നെ താഴെ കൊടുക്കുക. എപ്പോഴും ശിഷ്ടം മേളിൽ പോവും. അപ്പോൾ എത്ര? 1.25 ലിറ്റർ കേട്ടോ. ലിറ്റർ അല്ല, ഇവിടെ മീറ്റർ. 1.25 മീറ്റർ. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ? ഇവിടെ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആയാൽ അതിനെ 1 ആക്കണം കേട്ടോ. പിന്നെ കുറയ്ക്കാനാണ് 7 ന്ന് 2 പോയാൽ 5 ആണ്. നമ്മൾ ഒരിക്കലും ആൻസർ മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും വരത്തില്ല. എപ്പോൾ നിങ്ങൾ ചെയ്താലും അത് ഓർത്തോണം. അപ്പം നമ്മൾ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തപ്പോൾ നോക്കിയേ, കോഷ്യൻ്റ് കേട്ടോ, ഹരണഫലത്തിനെ ലെഫ്റ്റിൽ ആദ്യം അയാളാണ് ഇതിലെ നായകൻ. അയാളെ ഫസ്റ്റിൽ എഴുതുക. പിന്നെ ഇവിടെ എത്രയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഡിനോമിനേറ്റർ വന്നാൽ അതിനെ അങ്ങനെ തന്നെ എഴുതുക. റിമൈൻഡർ വല്ലതും വരുമെങ്കിൽ മേളിൽ കൊടുക്കുക. അപ്പോൾ 1/4 മീറ്റർ കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. എ പഞ്ചായത്ത് കൺസ്ട്രക്റ്റഡ് എ ന്യൂ റോഡ് 14 3/4 കിലോമീറ്റർ ലോങ് last year. This year a road 16 1/4 kilometer long was constructed. How much more was constructed this year? അതായത് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം എന്താ കുഞ്ഞുങ്ങളെ 14 3/4 കിലോമീറ്റർ റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചു. ഈ വർഷം അത് 16 1/4 കിലോമീറ്റർ ആണല്ലേ. ഈ വർഷം എത്ര അങ്ങനല്ലേ, ഈ വർഷം 16 1/4 കിലോമീറ്റർ. ആ വർഷം എത്ര കിലോമീറ്റർ റോഡ് അധികമായിട്ട് നിർമ്മിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. നല്ലപോലെ മനസ്സിലാക്കണേ. പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം എത്ര? 14.25 എന്നാണ് കേട്ടോ. 3/4 3/4 കിലോമീറ്റർ ആണ് റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചത്. ഈ വർഷം അത് 16.25 എന്ന കേട്ടോ. കാലെന്ന് വെച്ചാൽ 1/4 അല്ലേ. അങ്ങനെയാണെങ്കിൽ റോഡ് എത്ര നമ്മൾ കൂടുതൽ നിർമ്മിച്ചു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം എത്ര ആയിരുന്നു? 14 3/4 ആയിരുന്നു. ഈ വർഷം അത് 16 1/4 കിലോമീറ്റർ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ എത്ര നമ്മൾ അധികം നിർമ്മിച്ചു എന്നാണ് അറിയേണ്ടത്. എത്ര? അതങ്ങ് കുറച്ച് കാണിച്ചാൽ പോരായോ? എത്ര എന്നറിയത്തില്ലയോ? മനസ്സിലാക്കണേ കേട്ടോ.
കഴിഞ്ഞ വർഷം എത്ര കുഞ്ഞുങ്ങളെ 14.25 ഈ വർഷം അത് 16. എത്രയും കൂടിയായി എന്നാണ് നമ്മൾ സത്യത്തിൽ അറിയേണ്ടത്. എത്ര കൂടി അധികം നമ്മൾ പണിഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ, എത്ര കൂടി നമ്മൾ അധികം പണിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഇത് കുറച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ. 16 1/4 ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കൂ നിങ്ങൾ. ഇവിടെ 16 1/4 മൈനസ് 14 3/4. നമുക്കിതിനെ എന്താ താഴെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഇതിനെ ഇതുകൊണ്ട് കുറച്ച് എഴുതാം കേട്ടോ, മനസ്സിലായോ? എങ്ങനെയും വേണമെങ്കിൽ എഴുതാം. നമുക്ക് എന്താ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കേട്ടോ. 16 × 4 അങ്ങനെ കുറച്ചുകൂടെ ഞാൻ അങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്ന തെറ്റത്തില്ല. 16 ഇൻറ്റു അത് വേണേൽ അങ്ങ് എഴുതി കഴിഞ്ഞിട്ട് 16 × 4 അധികം 1/4 മൈനസ് 14 എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. മൈനസ് 3 അല്ല പ്ലസ് 3/4. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുള്ളവരുണ്ടോ? ഇനി നമുക്ക് ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യ അല്ലേ, ഈ വരയ്ക്ക് 4 അല്ലേ, ഈ വരയ്ക്ക് താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യുക, വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടുക. ഇനി വരയ്ക്ക് താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക. ഇവിടെ നോക്കിയാൽ അതുപോലെ 16 4 എത്ര കുഞ്ഞുങ്ങളെ? 16 × 4 16 4 നമുക്കിവിടെ അങ്ങ് ചെയ്യാം. 16 6 4 24 ശിഷ്ടം 2 1 60 6 4 24 ഇഷ്ടം 2 1 64 64 ഈ ഒന്നുകൂടെ ആയപ്പം 65/4 മൈനസ് 14 4 14 × 4 4 16 ശിഷ്ടം 1 1 4 4 56 56 3 57 58 59/4 ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പം 65 ന്ന് 59 പോയാൽ എത്ര? 59 60 61 62 63 64 65 അല്ലേ. നമുക്ക് എത്ര വരും? 6 വരും അല്ലേ. 6/4 നമുക്ക് കിട്ടിയത്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കിക്കൂടാ നിങ്ങൾ? എങ്ങനെയാ? 6ൻ്റെ പകുതി 3 അല്ലേ, 4ൻ്റെ പകുതി 2 എങ്ങനെയും ചെയ്തുകൂടായോ? അപ്പം നോക്കി ഇവിടെ ആൻസർ വന്ന് നോക്കിയേ, മുകളിൽ വലുതും താഴെ ചെറുതുവാ. അങ്ങനെ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ 3യെ 2 കൊണ്ട് ഡിവൈഡ് 1 2 2 ശിഷ്ടം 1. അപ്പോൾ എങ്ങനെയാ? താഴെ ഈ തന്നിരിക്കുന്നതിനെ അതുപോലെ എഴുതണം, അതിനൊരു മാറ്റവും വരുത്തരുത്. കോഷ്യൻറ്റിനെ ലെഫ്റ്റിൽ കൊടുക്കുക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.5 കിലോമീറ്ററാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാം നമ്മുടെ ഇവിടെ എഴുതി മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങളെ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ക് ഞാൻ ഈ റിവിഷനകത്തിൽ ഇതൊന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കണക്ക് ഇതുപോലെ തന്നെ പഠിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന കണക്കുകളൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. 4 അതിൽ 6 കണക്കാവും നിങ്ങളെ. അടുത്ത 5ാമത്തേത് നോക്കിക്കേ. ആശാദേവ് ബോട്ട് 20 മീറ്റർ ഓഫ് സ്ട്രിങ്. ഹി കട്ട് ഓഫ് എ പീസ് ഓഫ് 5 അതായത് 5.25 മീറ്റർ long first and then a piece 6 meter long later. What is the length of a string left? ആശാദേവ് 20 മീറ്റർ ചരട് വാങ്ങി. 20 മീറ്റർ ഉള്ള ഒരു ചരട് വാങ്ങി നിങ്ങൾ കേട്ടോ. എന്നിട്ട് ആദ്യം അതിൽ നിന്നും ഒരു 5.25 അങ്ങ് കട്ട് ചെയ്തു. 5.25 അങ്ങ് കട്ട് ചെയ്തു. പിന്നീട് ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു 6.5 അങ്ങ് കട്ട് ചെയ്തു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്ര ചരടും കൂടി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ കേട്ടോ. അപ്പം മൊത്തം ചരടിൻ്റെ നീളം എത്ര ആയിരുന്നു? ലെങ്ത് ഓഫ് സ്ട്രിങ് 20 മീറ്റർ ആയിരുന്നു കേട്ടോ. തന്നിരിക്കുന്നതാണ് അവിടെ പറക്കി എഴുതിയിരിക്കുന്നത്. 20 മീറ്റർ നീളമുള്ള സ്ട്രിങ് ആയിരുന്നു. ആദ്യം എത്ര മുറിച്ചു? ഫസ്റ്റ് കട്ട് ഓഫ് 5.25 അങ്ങ് കട്ട് ചെയ്തു അല്ലേ. 20 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ്ങിനെ ഫസ്റ്റ് കട്ട് ചെയ്തത് 5.25 പിന്നെയും വന്ന് എന്ത് ചെയ്തു? 6.5 മീറ്റർ വീണ്ടും കട്ട് ചെയ്തു. അപ്പം നമ്മൾ എത്ര മുറിച്ചെടുത്തു നിങ്ങളെ ഇവിടെ നോക്കിക്കേ. അത് നമുക്ക് ചെയ്യാം. നോക്കിക്കേ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഈ മുറിച്ചെടുത്ത രണ്ടും കൂടി അപ്പോൾ എത്രയുണ്ട് എന്ന് ആദ്യമേ നോക്കുക. നോക്കിക്കേ എത്രയ്ക്കാ? 5 3/4 പ്ലസ് 6 1/2 അല്ലേ. ഫസ്റ്റ് നമുക്കത് ചെയ്യാം. അപ്പോൾ എത്ര നോക്കി നിങ്ങളെ താഴെ കിടക്കുന്നതിന് ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടം. അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ട് ഇങ്ങനെ തന്നെ എഴുതി അങ്ങ് പഠിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആ തെറ്റുണ്ടാവത്തില്ല. പ്ലസ് 6 × 2 അധികം 1/2. ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്ന് സംശയം വല്ലതും ഉണ്ടോ? 5 ഇതാണ്. 5 × 4 താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു പ്ലസ് 3 അതാണ് ഈ പ്ലസ് 3. മുകളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടണം. ഈ പ്ലസ് ആണ് ഈ പ്ലസ്. 6 × 2 താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യുക പ്ലസ് 3 പ്ലസ് 1 അല്ലേ. നോക്കാം. 5 4 20 20 3 23/4 പ്ലസ് 6 2 12 12 13/2 ഇതാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ?
ഇതുവരെ ഉള്ളതിൽ ഇതിൽ സംശയം ഉണ്ടാവും നിങ്ങളെ. ഇത് നമ്മുടെ ചോദ്യമാണ് കേട്ടോ. ഇതും നമ്മുടെ ചോദ്യമാണ്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്. അതായത് 5 × 4 20, 20 3 23/4, 6 2 12, 12 1 13/2. നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപോലെ ആക്കാൻ വേണ്ടി ചെറുതിനെ വലുതാക്കി കൂടായോ? ചെറുതാരാ ഇവിടെ 2, 2നെ 4 ആക്കാൻ നമുക്ക് പറ്റും അല്ലേ? 2 2 4, ആ 2 തന്നെ മേളിൽ കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ വരും? 23/4 അതുപോലെ എഴുതുക, പ്ലസ് 13 2 2 3 26/4. നോക്കിയേ, ഡിനോമിനേറ്റർ ഒരുപോലെ വന്നു. എത്ര? 49/4 നമുക്ക് കിട്ടി. പക്ഷെ നോക്കിയേ, ആൻസർ എന്താ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ് അല്ലേ? അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 4 4 9 2 4 8, ബാലൻസ് 1. നോക്കിയേ, 4നെ അതുപോലെ തന്നെ, ഈ 4നെ അതുപോലെ എഴുതുക. കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, റിമൈൻഡറിനെ മേളിൽ കൊണ്ടുവരിക. നോക്കൂ നിങ്ങളെ, 12.4 എന്ന് നമുക്ക് കിട്ടി അല്ലേ? 12.4 ഉണ്ട്. ഇനി ബാക്കി ചോദ്യം മനസ്സിലായിരുന്നോ? മൊത്തം 20 മീറ്റർ ചരടുണ്ടായിരുന്നു. അതിനകത്തിൽ ആദ്യമേ വന്ന ഒരു 5.25 മീറ്റർ മുറിച്ചുകൊണ്ട് പോയി, പിന്നീട് ഒരു 6.5 മീറ്റർ മുറിച്ചുകൊണ്ട് പോയി. ആ 2 മുറിച്ചുകൊണ്ട് പോയതും കൂടെ എത്ര ഉണ്ടെന്നായിരുന്നു നമ്മൾ നോക്കിയത്? 12.4 ആയിരുന്നു രണ്ടും കൂടെ മുറിച്ചുകൊണ്ട് പോയത് കേട്ടോ. മൊത്തം കൂടെ മുറിച്ചു. അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ടെന്ന് അറിയാൻ എന്തോ ചെയ്യണം? മൊത്തം എത്ര ആയിരുന്നു നിങ്ങളെവിടെ? മൊത്തം 20 ആയിരുന്നു അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 20-ൽ നിന്നും ഈ 12 1/4 അങ്ങ് കുറയ്ക്കണം കേട്ടോ. 20 വന്ന എങ്ങനെയാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? 20 നമ്മുടെ ചോദ്യം മൊത്തം അല്ലേ? സ്ട്രിങ് എന്തായിരുന്നു? സ്ട്രിങ് അല്ലായിരുന്നു? അതെ, സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ സ്ട്രിങ് എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ സ്ട്രിങ് എത്രയായിരുന്നു നിങ്ങളെ? മൊത്തം സ്ട്രിങ്ങിൻ്റെ നീളം, ലെങ്താണ് ടോട്ടൽ ലെങ്ത്. മൊത്തം നീളം എത്ര ആയിരുന്നു? 20 ആയിരുന്നു. അതിൽ നിന്നും 12.4 പോയി കഴിഞ്ഞാൽ എത്ര ആണെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ച രീതി വെച്ചാണെങ്കിൽ ഈ 20 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം കുഞ്ഞുങ്ങളെ? /1 എന്ന് എഴുതാം. ഈ 1 എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കിയേ. ഇത് നോക്കിയേ, മിക്സർ ഫ്രാക്ഷനാണ്. ഇത് ഫ്രാക്ഷൻ ഇല്ല, ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മൾ കമ്പനിക്ക് ഒരാളെ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെ താഴെയും 1 ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 ഉണ്ട്, ഇപ്പോൾ അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ഇത് മിക്സഡ് ആണ്, നമുക്ക് ചെയ്യാം. 12 × 4 + 1 എങ്ങനെ എഴുതാം? 12 × 4 + 1/4, 20/1 മൈനസ് 12 4 12 × 4 നോക്കട്ടെ. 12 4 2 4 8 1 4 4. ഇത് ഞാൻ ചെയ്തു വെക്കുന്ന ഇച്ചിരി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴേ കിട്ടണ്ടേ? 12 4 48 1 49/4. നോക്കിക്കേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ ചെറുതിനെ നമുക്ക് വലുതാക്കാം. നോക്കൂ നിങ്ങളെ, ഈ 1നെ നമുക്ക് എന്താക്കാം? 4 ആക്കാം. 20നെ നമുക്ക് എന്താ? 4 കൊടുക്കാം. ഇവിടെ 4 കൊടുത്താൽ മേളിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര? 80 വന്നല്ലേ? 80/4 മൈനസ് 49/4. 80ൽ നിന്ന് 49 പോയാൽ 31/4 വരും നമുക്ക് ആൻസർ. പക്ഷേ എന്താ നോക്കിയേ, വലിയ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പോഴേ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ചെയ്യണം. എത്ര? 7 4 28 40, 7 4 28 29 30 31 3. അപ്പോൾ എത്ര കിട്ടി? 4നെ അതുപോലെ തന്നെ താഴത്തെ എഴുതുക. എന്താ? കോഷ്യൻ്റ് ഹരണഫലം ലെഫ്റ്റ് കണ്ടോ, ഇങ്ങനെ വരും. 7.25 എന്ന് വരും കേട്ടോ. 7.25 എന്തുവായിരുന്നു? മീറ്റർ. ബാക്കി 7.25 മീറ്റർ കിടപ്പുണ്ട്. സംഭവം പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? 20 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ ആരോ വന്ന് 5.25 മീറ്റർ ആദ്യം മുറിച്ചു, രണ്ടാമത് വന്ന് ഒരു 6.5 മീറ്റർ മുറിച്ചു. അപ്പോൾ ഈ മുറിച്ചുകൊണ്ട് പോയത് രണ്ടും കൂടെ എത്ര ഉണ്ടെന്ന് നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ 12.4 ആരോ മുറിച്ചു. ആരോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണം? ആശാദേവായിരുന്നു അല്ലേ? മുറിച്ചു. അപ്പോൾ പിന്നെ ബാക്കി എത്ര ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. മൊത്തം 20 മീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് 12.4 മീറ്റർ മുറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 7.25 മീറ്റർ ബാക്കിയുണ്ടെന്ന് കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിൽക്ക് സൊസൈറ്റി ഗോട്ട് 75.4 ലിറ്റർ ഇൻ ദ മോർണിംഗ് ആൻഡ് 55 ലിറ്റർ ഇൻ ദ ഈവനിങ്. ഓഫ് ദീസ് 85.4 അല്ലേ ഓഫ് മിൽക്ക് ഈസ് സോൾഡ്. ഹൗ മച്ച് മിൽക്ക് ഈസ് ലെഫ്റ്റ്? നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ ചോദ്യം. അതായത് പാൽ വിതരണ സംഘത്തിൽ രാവിലെ 75.4 ലിറ്റർ പാലും വൈകുന്നേരം 55.5 ലിറ്റർ പാലും കിട്ടി. ഒരു പാൽ സൊസൈറ്റിയിലാണ് കേട്ടോ. 74 ലിറ്റർ പാല് രാവിലെ 75.4 ലിറ്ററും വൈകിട്ട് 55.5 ലിറ്ററുമാണ് കിട്ടിയത്.
ഇതിൽ ഇവർ കിട്ടിയതിൽ നിന്നും 85.25 ലിറ്റർ പാലങ്ങ് വിറ്റു. സൊസൈറ്റി അല്ലേ, മേടിച്ചും കൊടുത്തും ഇരിക്കുക. അതിൽ വിറ്റത് എത്ര കുഞ്ഞുങ്ങളെ? 85.25 ലിറ്റർ പാൽ വിറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്ര കാണുമെന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ആ തന്നത് പറക്കി എഴുതായതാ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളവാട്ടോ, എത്ര കിട്ടിയെന്ന്. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ മോർണിംഗ്, രാവിലത്തെ പാലിൻ്റെ അളവ് 75.25 ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ഈവനിങ്, വൈകുന്നേരത്തെ പാല് 55.5 ലിറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പാല് കിട്ടിയെന്ന് നമുക്കറിയണ്ടേ കുഞ്ഞുങ്ങളെ? മൊത്തം നമുക്ക് എത്ര പാല് കിട്ടി എന്നറിയണ്ടേ? അപ്പം രാവിലെ കിട്ടിയതും വൈകിട്ട് കിട്ടിയതും കൂടെ എത്ര ആണെന്നറിയണം അല്ലേ? അതും നോക്കിയേ, മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത് അല്ലേ, മിശ്ര ഭിന്നത്തിലാണ്. നമുക്ക് എപ്പോൾ അങ്ങനെ തന്നാലും നമ്മൾ എന്താക്കണം? അല്ലാത്തത് അങ്ങ് മാറ്റണം കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് എളുപ്പവഴിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് നോക്കി, ഈ ഫസ്റ്റ് കൂടെ വേണേൽ കൂട്ടാം കുഞ്ഞുങ്ങളെ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 75 അധികം 55 പ്ലസ്, ഇനി എഴുതാനുള്ള 1/4 പ്ലസ് 1/2, ഇങ്ങനെ എഴുതിക്കൂടായോ? ഇങ്ങനെ എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം, വെട്ടി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എല്ലാം ഒന്നും സക്സസ് ആവണമെന്നില്ല, ചിലതൊക്കെ ആവും. നോക്കി, 75ഉം 55ഉം കൂടെ കൂട്ടുക. 75ഉം 55ഉം 5 5 10, 7 5 8 9 10 12 12 1 13, 130 പ്ലസ് 1/4ഉം 1/2ഉം. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ് വന്നത്. നമുക്ക് എന്താ, ചെറുതിനെ വലുതാക്കാം, അതായത് 2നെ 4 ആക്കാൻ പറ്റും. ചെറുതിനെ വലുതാക്കുക എന്ന് പറയുന്നത് ചാടിക്കേറിയെല്ലാം അങ്ങ് പറ്റത്തില്ല. ടേബിളിൽ വരുമോ എന്ന് നോക്കുക, പറ്റും അല്ലേ? 2ൻ്റെ ടേബിളിൽ 4 വരും. അതുകൊണ്ടാണ് 2 2 4, ആ 2 തന്നെ മുകളിൽ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഒരു 130 അധികം 1/4 പ്ലസ് 1 × 2 2 എത്ര 4 അല്ലേ? അപ്പോൾ എത്ര വരും? 130 പ്ലസ് 3/4 എത്ര നിങ്ങളെ? 130 3/4 130.25 അപ്പം നമുക്ക് കിട്ടുന്നത്. 130.25 മുക്കാലൊക്കെ വന്നത് കണ്ടോ എങ്ങനെയാന്ന്? സംശയം ഉണ്ടോ എന്തെങ്കിലും? നമ്മൾ എന്ത് ചെയ്തു, 75.25 55.5 അതിൽ 75ഉം 55ഉം ഇങ്ങെടുത്തു, അത് 130 പിന്നെ ഒരു 1/4ഉം 1/2 ഉണ്ട്. അത് നോക്കിയപ്പോൾ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണെന്ന് വെച്ചാൽ ഛേദം ഡിഫറൻ്റ് ആണ്. നമ്മൾ അതിനെ ഒന്നാക്കാൻ വേണ്ടി, അതായത് ചെറിയ സംഖ്യ നമ്മൾ ആ വലിയ സംഖ്യ ആക്കി. അപ്പോൾ 2ൻ്റെ കൂടെ 2 കൂടെ ഗുണിച്ചപ്പോഴാണ് വലുതായത് കേട്ടോ. അത് തന്നെ മുകളിലും കൊടുത്തു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് 130 മുക്കാൽ അല്ലേ, 130.25 ലിറ്റർ പാലാണ് അവർ എന്ത് ചെയ്തത്, വിറ്റത് അല്ലേ? പക്ഷേ വിറ്റതല്ല, അവർക്ക് കിട്ടിയത്. രാവിലെ അവർക്ക് 75.25 ലിറ്ററും വൈകുന്നേരം 55.5 ലിറ്ററും കൂടെ കിട്ടിയത് അല്ലേ? ഇനി അവർ എത്രനാ വിറ്റത്? എത്ര കുഞ്ഞുങ്ങളെ? മിൽക്ക് സോൾഡ് ചെയ്ത് എത്ര? മിൽക്ക് സോൾഡ് എന്ന് വെച്ചാൽ വിറ്റ പാൽ വിറ്റത് നോക്കിയേ, 85.25 ലിറ്ററാണ് അവർ വിറ്റത് കേട്ടോ. വിറ്റത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യണം? നമുക്ക് എത്ര കിട്ടിയതും എത്ര കൊടുത്തതെന്നും നോക്കണേ. 130.25 അവർക്ക് നമ്മൾ വാങ്ങിച്ചത്. വിറ്റത് 85.25 നോക്കണേ നിങ്ങളെ. മുമ്പ് ചെയ്ത രീതി വെച്ച് തന്നെ ഈ 130ഉം ഈ 85 കൂടെ കുറയ്ക്കാനാണ്. എന്തുവാണോ ഇവിടെ ചോദിക്കുന്നത് അതാ ചെയ്യേണ്ടത്. 130 മൈനസ് 85, പിന്നെന്താ 3/4 മൈനസ് 3/4. 135 85 പോയാൽ എത്ര? 45 കേട്ടോ, 45. 3/4 3/4 പോയാൽ എത്ര നിങ്ങളെ? 3/4 3/4 പോയാൽ ഒന്നുമില്ല, 0. അപ്പോൾ നമുക്ക് എത്ര? 45 ലിറ്ററാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്തിൽ വലുതും ചെറുതും ഏതാണെന്നൊരു ചോദ്യമുണ്ടോ നിങ്ങളെ? അത് ഞാൻ റിവിഷനകത്തിൽ പറഞ്ഞുതരാം കേട്ടോ. റിവിഷൻ ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, അതിനകത്തിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത് വൃത്തിയായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.